ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവായ ദൈവത്തിൻ്റെ കാരുണ്യം നിമിത്തം സാധ്യമാകട്ടെ. കർത്താവ് എളിയവരുടെ അഭിലാഷം കേൾക്കുന്നവനാണ്. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും ഹൃദയാഭിലാഷം കർത്താവ് കേൾക്കുന്നു. ഇന്ന് കർത്താവ് നിന്റെ കൂടെ നിന്ന് നിനക്ക് വിജയം നൽകും. നിന്റെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, സൗഖ്യദാതാവായ ദൈവമാണ്. നീ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ കർത്താവ് ഇന്ന് ഇടപെടും. ഭയം കൂടാതെ ജീവിക്കാൻ, ധൈര്യത്തോടെ ജീവിക്കാനുള്ള ഹൃദയ നൈർമല്യം നൽകി കർത്താവ് ഇന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഭയപ്പെടാതെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. കർത്താവ് നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. അവിടുന്ന് നിനക്ക് ന്യായം പാലിച്ചു തരും, നീതി നടത്തിത്തരും. അതിനാൽ വിശ്വാസത്തോടെ നിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 10, 17, 18 വാക്യങ്ങൾ. കർത്താവേ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തിക്കൊടുക്കും. മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവ്, ഈ പുതിയ ദിവസം നൽകി പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ നാഥ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. ഇന്ന് ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകി ധൈര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഓപ്പറേഷനുള്ള ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടിന് വേദനയുള്ള ഈ മകളുടെ ഓപ്പറേഷൻ ഇന്ന് രാവിലെ 8 മണിക്ക് നടക്കുന്ന ഈ ഓപ്പറേഷനിൽ കർത്താവേ, നീ തന്നെ ആയിരിക്കണമേ. വൈദ്യനും ചികിത്സയും മരുന്നും എല്ലാം നീ തന്നെ ആയിരിക്കണമേ. ആ മകൾക്ക് പരിപൂർണ സൗഖ്യം നൽകി അവളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, വസ്തു തർക്കങ്ങൾ കാരണം കൊലപാതകങ്ങൾ നടത്തുന്ന, കലഹത്തിൽ അവസാനിക്കുന്ന എല്ലാ വ്യക്തികളെയും ബന്ധങ്ങളെയും കുടുംബാംഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ദാനമായി ഞങ്ങൾക്ക് നൽകിയ വസ്തുവകകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തമൊഴുക്കി ഞങ്ങളുടെ വസ്തുക്കളെ നീ ആശീർവദിക്കണമേ. അതിലെ വൃക്ഷലതാദികളെ നീ ആശീർവദിക്കണമേ. ഞങ്ങളുടെ വസ്തുക്കൾ നിന്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലില്ലി മൈക്കൽ എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മകളുടെ ഓപ്പറേഷനിൽ കർത്താവെ, നീ കൂടെയിരുന്ന് സഹായിക്കണമേ, ധൈര്യം കൊടുക്കണമേ. ഇന്ന് ഓപ്പറേഷനുള്ള എല്ലാവർക്കും നിന്റെ അത്ഭുത സൗഖ്യവും ധൈര്യവും ശക്തിയും നൽകി കർത്താവ് കൂടെയുണ്ട്, ഭയപ്പെടാൻ ഒന്നുമില്ല എന്ന ഉൾബോധ്യം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓമന ബേബിയുടെ ഇളയ മകൾ നഴ്സിംഗ് ജോലി കിട്ടി. എന്നാൽ അമിതമായ മറവി കാരണം ജോലിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ ഒത്തിരിയധികം ബുദ്ധിമുട്ടുന്ന ഈ മകളെ കർത്താവേ, നിന്റെ കരങ്ങൾ വെച്ച് ഈ മകളെ അനുഗ്രഹിക്കണമേ. ഇവളുടെ തലച്ചോറിനെ നീ ആശീർവദിക്കണമേ. ഇവളുടെ മറവിയിൽ അവിടുന്ന് ഇടപെട്ട് നല്ല ഓർമ്മശക്തി നൽകി ഭയം മാറ്റി ഈ മകളെ അനുഗ്രഹിക്കണമേ. എല്ലാ ഭയത്തിൽ നിന്നും ഈ മകളെ വിടുവിക്കണമേ. കർത്താവേ, ഭയം കൊണ്ടുവരുന്ന മറവിയിൽ നിന്നും ഈ മകളെ രക്ഷിക്കണമേ. ഭയത്തിൻ്റെ ദുരാത്മാവിനെ, മറവിയുടെ ദുരാത്മാവിനെ ഈ മകളിൽ നിന്ന് ഞാൻ ആട്ടിപ്പായിക്കുന്നു. യേശു നാമത്തിൽ എല്ലാ ഭയത്തിൻ്റെയും മറവിയുടെയും ദുരാത്മാക്കൾ ഈ മകളെ വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാനസികമായി ഒത്തിരിയധികം ബുദ്ധിമുട്ടുന്ന, ഡിപ്രഷനിലായിരിക്കുന്ന
അശ്വതി എന്ന മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യം ചൊരിഞ്ഞ് ഈ മകളെ ഇന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ലിഥിൻ മോൻ്റെ മാരേജിനു വേണ്ടി, ജോലിക്കു വേണ്ടി, കുടുംബ ജീവിതത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല ദൈവാനുഗ്രഹങ്ങൾ നൽകി ഈ മകനെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാനായി പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുകയും അനാവശ്യമായി കുറ്റം വിധിക്കുകയും പരസ്പരം പഴിചാരുകയും ചെയ്യുന്ന എല്ലാവരെയും നിന്റെ കാരുണ്യം വർഷിക്കണമേ. കർത്താവേ, റീച്ചൽ എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരസ്പരം കുടുംബത്തിൽ കലഹം വിതറാൻ ശ്രമിക്കുന്ന ഈ മകളുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഈ മകൾക്ക് ദൈവീക അനുതാപം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, തോമസ് എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അമിതമായ ദുർവാശിയും അഹങ്കാരവും കാരണം നഷ്ടമായിരിക്കുന്ന നല്ല ഒരു ജീവിതം, ദൈവികമായ ഒരു ജീവിതം വീണ്ടെടുക്കുന്നതിന് ഈ മകനെ അനുഗ്രഹിക്കണമേ. കർത്താവേ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കെന്നി എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്ത് ജീവിതം നരകതുല്യമാക്കിയ ഈ മകന് കർത്താവേ, നിന്റെ കരുണ അയച്ച് ദൈവീക അനുതാപം നൽകി ഈ മകൻ്റെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും വ്യക്തി ജീവിതവും നീ അനുഗ്രഹപ്രദമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ഹിതം തിരിച്ചറിയാൻ മടിക്കുന്ന എല്ലാവരുടെയും മേൽ കരുണ ചൊരിയണമേ. ഇന്നത്തെ ദിവസം കർത്താവേ, നീ ഞങ്ങളുടെ അഭിലാഷങ്ങളെ, ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ശക്തി നൽകി ഇന്നെല്ലാ കാര്യങ്ങളിലും വിജയം നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം നിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, അനാഥർക്കും പീഡിതർക്കും നീതി നടത്തി കൊടുക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളിൽ പൂർണ്ണമായി കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും ജീവിതത്തിൽ ഒരു പുതിയ ദൈവീക അനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ദൈവീക ചൈതന്യം കടന്നു വന്ന് ദൈവാത്മാവിൻ്റെ ഇടപെടലുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന യുവതി യുവാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ക്ഷമിക്കാൻ കഴിയാതെ വേദനിക്കുന്ന എല്ലാവർക്കും കൃപ കൊടുക്കണമേ. കർത്താവേ, രഹസ്യ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്നത്തെ ദിവസം ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നൽകി, ചങ്കൂറ്റം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏതവസ്ഥയിലും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് എൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ മേഖലയിലും ഇന്ന് വഴി തെളിച്ചു തരണമേ. ഒരു പുതിയ വഴി ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന നാഥ, സകല അന്ധകാര ശക്തിയിൽ നിന്നും ഞങ്ങളെ ഇന്ന് സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഞാൻ അങ്ങേക്ക് ചേർത്ത് വെക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലായിരിക്കുന്ന എല്ലാവരെയും നീ കരുണയോടെ കടാക്ഷിക്കണമേ. കർത്താവേ, വിവിധ തരം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സംതൃപ്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നെല്ലാ കാര്യങ്ങളിലും നിനക്ക് സംരക്ഷണവും വിജയവും നന്മയും നൽകി അനുഗ്രഹിക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിൻ്റെ എല്ലാ വഴികളിലും നിനക്ക് ധൈര്യം നൽകി വിജയിപ്പിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.